നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗസ സിറ്റിയിലേക്ക് ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയപ്പോൾ മരണത്തിന്റെയും ദുരിതത്തിന്റെയും വാർത്തയാണ് എവിടെ നിന്നും ഉയരുന്നത്. 5 ലക്ഷത്തിലധികം ഫലസ്തീനികൾ ഗസ സിറ്റിയിൽ നിന്ന് ഗസ മുനമ്പിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായി IDF തന്നെ അറിയിച്ചിട്ടുണ്ട്. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഈ സമയത്തിലെ ലോകത്തെമ്പാടും ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധം അലയടിക്കുകയാണ്. എന്നാൽ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നതിന് ഇസ്രായേലിന് കൃത്യമായ ഉത്തരമുണ്ട്. 2023 ഒക്ടോബർ 7 പൊടുന്നനെ തങ്ങളുടെ രാജ്യത്തിലേക്ക് ഇരച്ചുകയറി വെട്ടിയും കുത്തിയും ബലാത്സംഗം ചെയ്തും 1200ഓളം പേരെയാണ് കൊലപ്പെടുത്തിയത്. 250-ലേറെ പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഹമാസിന്റെ അവശേഷിക്കുന്ന കണ്ണിയെ പോലും ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേൽ സേനയായിട്ടുള്ള IDF-ന്റെ വക്താക്കളും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നത്. അതിനാണ് ഗസയിലെ ജനങ്ങളെ ഒരു വശത്തേക്ക് മാറ്റിയിട്ടുള്ളത് എന്നും തെരച്ചിൽ നടത്തുന്നത് എന്നും വ്യക്തം. ഒരു തോട്ടത്തിൽ കയറിയ പെരുച്ചാഴിയെ പിടിക്കുന്നത് പോലെ പ്രയാസമേറിയതാണ് ഗാസയിൽ ജനങ്ങൾക്കിടയിൽ ഒളിയുദ്ധം നടത്തുന്ന ഹമാസ് ഭീകരരെ പിടികൂടുക എന്ന് നേരത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചമാക്കി അവർക്കിടയിലാണ് ഹമാസ് പ്രവർത്തിക്കുന്നത്. തുറന്ന ജയിൽ എന്നൊക്കെ ഗസയെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ആ പ്രദേശത്താണ് അവർ ഡൽഹി മെട്രോയേക്കാൾ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കിയത്. ഈ അധോലോക നഗരമാണ് ഹമാസിന്റെ ശക്തി. ഗസയിലെ മിക്ക സ്കൂളുകളുടെയും ആശുപത്രികളുടെയും വീടുകളുടെയും അടിയിൽ തുരങ്കങ്ങളാണ്. ഈ തുരങ്കങ്ങളിലാണ് അവശേഷിക്കുന്ന 50ഓളം ബന്ദികളെയും സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെരുച്ചാഴി വേട്ടയ്ക്ക് ഓരോ വീടും ഓരോ ആശുപത്രിയും കിളച്ച് മറച്ചിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അതിനാണ് ഗസയിലെ ജനങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറി മറുഭാഗം പരിശോധിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഹമാസ് ഗസയിലൂടെ നീളം നിർമ്മിച്ച 1300ഓളം തുരങ്കങ്ങളിൽ 1000ഓളം വരുന്ന തുരങ്കങ്ങൾ അവർ തകർത്തു കഴിഞ്ഞു. ഗസയുടെ പ്രാന്തപ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വെറും 25 കിലോമീറ്റർ നീളവും 20 കിലോമീറ്റർ വീതിയുമുള്ള അൽമവാസി ധേർ അൽബാവ ഭാഗത്തേക്ക് ഗസ നിവാസികളെ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് 15 ലക്ഷം പേർ കഴിയുന്നത്. യുദ്ധത്തിന് ശേഷം ഒരു ടെന്റ് സിറ്റിയായി ഈ മേഖല മാറിയിരിക്കുകയാണ്. ബാക്കിയുള്ള ഗസക്കാർ ഖാൻ യൂനൂസിലാണ്. 5 ലക്ഷം പേരാണ് ഇവിടെ ജീവിക്കുന്നത്. ഇപ്പോൾ ഗസയിൽ നിന്ന് ഖാൻ യൂനൂസിലേക്ക് വലിയ തോതിലുള്ള പലായനം നടക്കുന്നുമുണ്ട്. തങ്ങളുടെ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മറ്റൊന്നും നോക്കേണ്ടതില്ല എന്നാണ് ഇസ്രായേലിന്റെ മാറിയ നിലപാട്. കെട്ടിടങ്ങൾക്ക് നേരെ അവർ വെറുതെ റാൻഡമായി ബോംബ് ചെയ്യുകയല്ല, അവിടെ ഭീകരർ ഉണ്ടെന്ന് കണ്ട് ആക്രമിക്കുകയാണ്. ചിലപ്പോൾ ഇത് ലക്ഷ്യം തെറ്റും, ചിലപ്പോൾ ഇൻഫർമേഷൻ വ്യാജമാവും. അങ്ങനെയും നിരവധി പേർ മരിക്കുന്നുണ്ട്. നാലുപാടും ശത്രുക്കൾ കൊണ്ട് ഒരുതരം ഫിയർ സൈക്കോസിസിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത്. നേരത്തെ ഹമാസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട 5 ബന്ദികളെ ഇസ്രായേൽ വെടിവെച്ച് കൊന്നിരുന്നു. കൈകൾ ഉയർത്തി ബന്ദികൾ കടന്നു വന്നപ്പോൾ അതും തങ്ങളെ കളിപ്പിക്കാനുള്ള തന്ത്രമാണ് എന്ന് IDF തെറ്റിദ്ധരിച്ചുപോയി. ആ ഫയറിംഗ് ഇസ്രായേലിന് നഷ്ടമായത് 5 സ്വന്തം പൗരന്മാരെയാണ്. ഇതൊന്നും ഇസ്രായേൽ അത്ര പെട്ടെന്ന് മറക്കുകയില്ല. എന്തായാലും ഇസ്രായേൽ വമ്പൻ പദ്ധതികൾ തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഹമാസിന്റെ ഒടുവിലത്തെ അടിവേരും ഇളക്കാൻ തന്നെയാണ് ഇസ്രായേലിന്റെ നീക്കം.